ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിലും നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും കഴിക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ റെസിപ്പിയുമായാണ്. ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ മാവില്ലാത്ത സമയത്ത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള റെസിപ്പി കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. വീഡിയോ ഇഷ്ടമാകുമെങ്കിൽ ലൈക്ക് ചെയ്ത് മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. നമ്മുടെ റെസിപ്പി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് എടുത്തു വച്ചിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയെടുക്കാം. ഇനി നമുക്ക് ഈ ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയൊക്കെ മാറ്റി ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. ഇപ്പോഴിതാ ഞാൻ അതിൻ്റെ തൊലിയൊക്കെ മാറ്റിയതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു സൈസിൽ നമുക്ക് ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ മാത്രമേ മിക്സി ജാറിലേക്ക് ഇടുമ്പോൾ നന്നായിട്ട് അരഞ്ഞു കിട്ടുകയുള്ളൂ. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങിൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് 2 പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല എരിയുള്ള പച്ചമുളകാണ് കേട്ടോ ഇത്. അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് വരാം. കട്ടകളൊന്നും ഇല്ലാതെ അരച്ചെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു ചെറിയ കളർ വ്യത്യാസം വന്നത് നമ്മൾ പച്ചമുളക് ചേർത്തത് കൊണ്ടാണ് കേട്ടോ, ഒരു പച്ച കളർ വന്നത്. ഇപ്പോൾ ഇതാ നോക്കിക്കേ, നല്ല പോലെ തന്നെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് 1/2 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. ഇനി റവ എടുത്ത അതേ കപ്പിൻ്റെ അളവിൽ തന്നെ 1/2 കപ്പ് വെള്ളം ചേർക്കാം. ഇനി ഇത് നമുക്ക് ഒരു പ്രാവശ്യം മിക്സിയിൽ അരച്ചിട്ട് വരാം. ഇപ്പോഴിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. വീണ്ടും ഇതിലേക്ക് നമുക്ക് 1 കപ്പ് പച്ചരി മാവ് ചേർത്ത് കൊടുക്കാം. ഇനി അതേ കപ്പിൻ്റെ അളവിൽ തന്നെ 1/2 കപ്പ് വെള്ളം ചേർക്കാം. എന്നിട്ട് നമുക്കൊരു സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് മിക്സിയിൽ ഒരു പ്രാവശ്യം അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ നമ്മൾ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എളുപ്പത്തിലാണ് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തത്. അപ്പോൾ നമുക്ക് കട്ടകളൊന്നും ഇല്ലാതെ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ മിക്സിയിൽ തന്നെ ഇത് അടിച്ചെടുത്തത് കേട്ടോ. ഇപ്പോൾ നോക്കിക്കേ, മാവിൻ്റെ ഒരു കട്ട പോലും ഇല്ല. നല്ല സ്മൂത്ത് ആയിട്ടാണ് നമുക്ക് മാവ് കിട്ടിയിട്ടുള്ളത്. ഇങ്ങനെ അരച്ചെടുത്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ മാവ് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു മിക്സിംഗ് ബൗൾ എടുക്കാം. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മാവ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ജാർ ഒന്ന് ക്ലീൻ ആക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ദാ ഇതുപോലെയാണ് നമ്മുടെ ഈ മാവ് കിട്ടുന്നത്. കുറച്ച് നല്ല പോലെ ലൂസായി തന്നെയാണ് ഈ മാവ് ഉണ്ടാവുക. അപ്പോൾ നമ്മളിവിടെ 1/2 കപ്പ് റവ, 1 കപ്പ് പച്ചരി മാവിന് വേണ്ടിയിട്ട് നമ്മളിവിടെ 2.5 കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. നമ്മളിതിലേക്ക് ഒരു മീഡിയം സൈസ് സവോള നല്ല ചെറുതായിട്ട് പൊടിയായി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/4 കപ്പോളം ഉണ്ട് ക്യാരറ്റ്. അപ്പോൾ അതും നമുക്ക് ചേർക്കാം. ഇനി നമുക്ക് ഒരു പിടി നമ്മുടെ ഈ മല്ലിയില ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ചില്ലി ഫ്ലെക്സ് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി 1/4 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. ചെറിയ ജീരകമാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഉരുളക്കിഴങ്ങ് അരയ്ക്കുന്ന ടൈമിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സമയത്ത് ഉപ്പിൻ്റെ പാകമൊക്കെ നോക്കിയതിന് ശേഷം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അല്പം ഉപ്പ് കുറവായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഞാൻ അല്പം കൂടി ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ ദോശയ്ക്കുള്ള ബാറ്റർ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇതിനി നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് മാത്രം റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ഈ ദോശയ്ക്ക് കോമ്പിനേഷനായ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റിയായ സൈഡ് ഡിഷ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് അടുപ്പത്ത് ഒരു കടായി വെച്ചിട്ടുണ്ട്. അത് ചൂടാകുമ്പോഴേക്കും അതിലേക്ക് 1 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോഴേക്കും നമുക്കതിലേക്ക് ഒരു 4 ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. മുളക് നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 7 8 വെളുത്തുള്ളി 2ആയി മുറിച്ചത് ചേർക്കാം. അതോടൊപ്പം തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി 4ആയി മുറിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് 2 സ്പൂൺ എള്ള് ചേർത്ത് കൊടുക്കാം. വെള്ള എള്ളാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ ഈ പാന് നല്ല ചൂടായതുകൊണ്ട് എള്ള് പെട്ടെന്ന് തന്നെ പൊട്ടിത്തെറിക്കാൻ തുടങ്ങും. ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് 2 വലിയ സൈസ് നല്ല പഴുത്ത തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർക്കാം.
ഇനി ഇതെല്ലാം ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി അല്പം മല്ലിയില എടുക്കാം. അത് ദാ ഇതുപോലെ നമ്മുടെ ഈ തക്കാളിയുടെ പുറത്തേക്ക് വെച്ച് കൊടുക്കാം. മിക്സ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എന്നിട്ട് നമുക്കിത് അടച്ച് വയ്ക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെറും 2 മിനിറ്റ് മാത്രം ഇതിങ്ങനെ വെച്ചിരിക്കാം. 2 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, നല്ല വാടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൈഡ് ഡിഷാണ് കേട്ടോ. ഇനി ഇത് നമുക്ക് തണുക്കാനായി വയ്ക്കാം. തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാർ എടുക്കാം. ജാറിലേക്ക് തക്കാളിയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തണുത്തിട്ട് വേണം ചേർക്കാൻ. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഇതാ നന്നായിട്ട് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചട്നി ബൗളിലേക്ക് മാറ്റാം. മാറ്റിയതിന് ശേഷം നമുക്ക് കടുക് താളിച്ച് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് താളിച്ചത് സാധാരണ കടുക് താളിക്കുന്നത് പോലെ തന്നെയാണ്. പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ ചൂടാകുമ്പോഴേക്കും അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടുന്ന ടൈമിൽ നമുക്കിതിലേക്ക് ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ടേസ്റ്റിയായ തക്കാളി ചട്നിയിലേക്ക് ചേർത്ത് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയായ ഒരു തക്കാളി ചട്നിയാണ് ഇത്. നമുക്ക് ചോറിനും ചപ്പാത്തിക്കും ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ കഴിക്കാൻ പറ്റിയതാണ്. നേരത്തെ നമ്മൾ 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ദോശയ്ക്കുള്ള മാവ് എടുക്കാം. ഈ ദോശ ഉണ്ടാക്കാൻ നമ്മൾ തവി കൊണ്ടല്ല ഒഴിക്കുന്നത്. ഇതുപോലൊരു ബൗളിലേക്ക് മാവ് എടുത്തതിന് ശേഷം ദോശക്കല്ലിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ദോശക്കല്ല് നന്നായി ചൂടായതിനു ശേഷം അതിലേക്ക് എണ്ണ പുരട്ടി കൊടുക്കുക. എന്നിട്ട് ബൗളിലേക്ക് മാവെടുത്ത് ഇതുപോലെ പരത്തി ഒഴിച്ചു കൊടുക്കണം. കട്ടി കുറച്ച് വേണം മാവ് ഒഴിച്ചു കൊടുക്കാൻ. നല്ല കട്ടി കുറച്ച് ഒഴിച്ചു കൊടുത്താലേ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയുള്ളൂ. ഇനി അതിൻ്റെ പുറത്തേക്ക് എണ്ണയോ നെയ്യോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ സാധാരണ ദോശ ഉണ്ടാക്കുമ്പോൾ പരത്തുന്നത് പോലെ തവി കൊണ്ട് പരത്താൻ പറ്റില്ല. അതുകൊണ്ടാണ് മാവ് ബൗളിലേക്ക് എടുത്ത് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നത്. ഫ്ലെയിം എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഈ ദോശ ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ ഇതാ നമ്മുടെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടാണ് നമ്മുടെ ഈ ദോശ ഉണ്ടാവുക. നല്ല ടേസ്റ്റും ഉണ്ടാകും. വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. ഇതിന് ചേർന്ന ഒരു സൈഡ് ഡിഷാണ് നമ്മൾ നേരത്തെ തയ്യാറാക്കിയെടുത്തത്. സൈഡൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും. നല്ല ടേസ്റ്റിയുമാണ്, നല്ല ഹെൽത്തിയുമാണ്. വളരെ എളുപ്പത്തിലും തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ഇതാ ഞാൻ രണ്ടാമത്തെ ദോശ കൂടി ഇവിടെ തയ്യാറാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതും തയ്യാറാക്കി കിട്ടി. വളരെ അടിപൊളിയായിട്ടാണ് നമ്മുടെ ദോശ കിട്ടിയിട്ടുള്ളത്. കാണുമ്പോൾ തന്നെ അറിയാം നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ലൊരു ദോശയാണ്. ടേസ്റ്റ് പറയേ വേണ്ട, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതിന് കോമ്പിനേഷനായി തയ്യാറാക്കിയ ചട്നി വളരെ ടേസ്റ്റിയാണ്. നമ്മൾ ഇഡ്ഡലി സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ഇഡ്ഡലി, ദോശ, അതുപോലെ ചപ്പാത്തി, പൂരി, ചോറ് എന്തിനൊപ്പവും ആ ചട്നി സൂപ്പറാണ് കേട്ടോ. ഒന്ന് തയ്യാറാക്കി നോക്കുക. വളരെ എളുപ്പമാണ്. അപ്പോൾ ഇന്ന് കാണിച്ച വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി തീർച്ചയായിട്ടും എല്ലാ കൂട്ടുകാരും ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. വളരെ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഇന്ന് കാണിച്ച ടേസ്റ്റിയായ ദോശയുടെയും ചട്നിയുടെയും റെസിപ്പി എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം. മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് എളുപ്പം ലഭിക്കും. മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി.